ഇതുപോലത്തെ ഒരു ബജറ്റും നിങ്ങളാ നിർമ്മല സീതാരാമനെയും അശ്വിനി വൈഷ്ണവും ഒക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതും ഇന്നത്തെ ബാലഗോപാലിൻ്റെ പ്രസംഗവും കേട്ടു. ഞാനത് മുഴുവൻ കേട്ടു. ഒന്ന് ടാബ്ലറ്റ് ഒന്ന് ക്രോഡീകരിച്ചൊരു ബജറ്റ് വായിക്കുകയെന്നെങ്കിലും പല സ്ഥലത്തും 5-6 തവണ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കേന്ദ്രത്തിൻ്റെ ഏതാണ് സംസ്ഥാനത്തിൻ്റെ ഏതാണെന്ന് പോലും മനസ്സിലാവാത്ത വിധത്തിൽ അയാളൊരു അഴകുഴമ്പൻ പ്രസംഗമാണ് നടത്തി. ആദ്യം ഈ മന്ത്രിമാർക്കെല്ലാം കുറച്ച് ട്യൂഷൻ കൊടുക്കണം. അതിന് പിന്നെ ദുരഭിമാനം ഇല്ലെങ്കിൽ കേന്ദ്രത്തിലെ മന്ത്രിമാരുടെയൊക്കെ ശൈലി ഒന്ന് കണ്ടുപഠിക്കുന്നതല്ല. ഓരോ സംസ്ഥാനത്തിനും എന്തൊക്കെ ആവശ്യങ്ങളാണുള്ളത്, അതിന് ആ സംസ്ഥാനത്തിൽ ലഭ്യമായിട്ടുള്ള അവസരങ്ങൾ എന്താണ്, അതൊന്നും മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താനുള്ള ഒരു പ്രോജക്റ്റും നിർഭാഗ്യവശാൽ ഇന്നത്തെ ബജറ്റിലുമില്ല. 5ാമത്തെ ബജറ്റും ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്നത് സമ്പൂർണ്ണ നിരാശ നൽകുന്ന ബജറ്റാണ്. സമരമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. LDF UDF സമരത്തിന് ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആളുകളെ കബളിപ്പിക്കുകയാണ്. ഞങ്ങൾ സമരമൊക്കെ ചെയ്യും. അല്ല, അതിപ്പോൾ ഇന്ന് ബജറ്റ് കഴിഞ്ഞാലേ ഉള്ളൂ. ഞങ്ങൾ കേന്ദ്ര ബജറ്റും കേരള ബജറ്റും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ആദ്യഘട്ടത്തിൽ വലിയ പരിപാടികൾ വെച്ചിട്ടുണ്ട്. കേന്ദ്ര പിന്നെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിൽ ഇതിനു വേണ്ടിയിട്ട് വരുന്നുണ്ട്. എന്താണ് കേന്ദ്രം ചെയ്തത്, എന്ത് ചെയ്യാമായിരുന്നു കേരളത്തിന്, അതിനെ സംബന്ധിച്ച് ആദ്യം, അത് കഴിഞ്ഞിട്ട് സമരങ്ങൾ. ഇതിൽ ഭയങ്കര പദ്ധതിയാണല്ലോ. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞ ഇതേ പിന്നെ കേന്ദ്ര ബജറ്റ് കഴിഞ്ഞപ്പോൾ 7-ാം തീയതി നമുക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞു. ഇത്ര ആളുകളെ കബളിപ്പിക്കുന്ന ഒരു ബജറ്റ് അല്ല. അങ്ങനെ പ്രവാസികൾക്ക് മാസം 10,000 രൂപ കൊടുക്കാന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നടപ്പായിട്ടുണ്ടോ? മോദി സർക്കാർ പറയുന്നതെല്ലാം അക്ഷരം പറഞ്ഞ് നടപ്പാവുകയാണ്. ഇദ്ദേഹം പറഞ്ഞ് ഇത്രയും 5 കൊല്ലം അവതരിപ്പിച്ച ബജറ്റിൽ ഇപ്പോഴും ഞാൻ കാണിച്ചു തരാം എന്തെല്ലാം ബഡായിയാണ് ഈ ധനകാര്യ ബാലഗോപാൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ നടപ്പിലായിട്ടുള്ളത്?